ദിവസം നമ്മൾ ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മൗത്ത് വാഷിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. മൗത്ത് വാഷ് പ്രധാനമായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടൂത്ത് ബ്രഷിന് എത്താൻ പറ്റാത്ത പല്ലിന്റെ ഇടയിലും അതുപോലെ നാവിലും ഉള്ള ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാനാണ്. എന്നിരുന്നാലും ഇത് നമുക്ക് ടൂത്ത് ബ്രഷിങ്ങിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇനി ടൂത്ത് ബ്രഷിങ്ങിനും മൗത്ത് വാഷിനും ഇടയ്ക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ് വേണം. കാരണം നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മൗത്ത് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ടൂത്ത് ബ്രഷിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് പല്ലിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലൂറൈഡിന്റെ ആവരണമുണ്ട്. അത് ഈ മൗത്ത് വാഷ് റിമൂവ് ചെയ്യും. മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ യൂസേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. 30 സെക്കൻഡ്സ് ഗാർഗിൾ ചെയ്തതിനു ശേഷം ഇത് സ്പിറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി മൗത്ത് വാഷ് യൂസ്ഫുൾ ആണെങ്കിലും ഒരു ലോങ് ടേം കണ്ടിന്യൂസ് യൂസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം മിക്കവാറും എല്ലാ മൗത്ത് വാഷിലും തന്നെ ആൽക്കഹോൾ ഒരു ബേസിക് കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ ഇത് ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ മൗത്തിനും അതുപോലെ തന്നെ സെൻസിറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാവാനും കാരണമാകും. എപ്പോഴും മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു വിദഗ്ധനായ ഡെന്റിസ്റ്റിന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്.